അന്വേഷണം നടത്തണം. അങ്ങനെ ഉണ്ടെങ്കിൽ കുറ്റക്കാരെ കണ്ടെത്തണം. നമുക്കിതിലൊന്നും മടിയിൽ കനല്ലാത്തവന് എന്തിനാ പേടിക്കാനുള്ളത്? വെറുതെ ഇങ്ങനെ അഴിമതി പറയുന്ന ആളുകൾ, ഇതിലൊക്കെ അഴിമതി നടത്തലും കമ്മീഷൻ ചെയ്യുന്നൊക്കെ ആൾക്കാർക്ക് അങ്ങനെയൊക്കെ തോന്നലുണ്ടാവും. ഞാൻ അതിൽ പെട്ട ആളല്ല. ചില ആളുകൾ പോയിട്ട് വിവാദം ഉണ്ടാക്കും, എന്നിട്ട് കരാറുകാരത്തുനിന്ന് പോയിട്ട് പൈസ മേടിക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്ന ചില രാഷ്ട്രീയ നേതാക്കൾ ഉണ്ടാവും. ചില ആളുകൾ പോയിട്ട് വിവാദം ഉണ്ടാക്കും, എന്നിട്ട് കരാറുകാരത്തുനിന്ന് പോയിട്ട് പൈസ മേടിക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്ന ചില രാഷ്ട്രീയ നേതാക്കൾ ഉണ്ടാവും. IPT റോഡ് നവീകരണത്തിൽ അഴിമതി ഉണ്ടെന്ന് ആരോപിച്ച് ഇന്നലെ BJP ഒരു പ്രസ് മീറ്റ് വിളിച്ചു ചേർത്തിരുന്നു. അപ്പോൾ അഴിമതിയിൽ MLAക്കും പങ്കുണ്ട്. സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത്. തീർച്ചയായിട്ടും അവർക്ക് അങ്ങനെ ആരോപണം ഉണ്ടെന്നുണ്ടെങ്കിൽ BJPയും കോൺഗ്രസ് അപ്പോൾ ഭരിക്കുന്നു, അന്വേഷണം നടത്തണം. അങ്ങനെ ഉണ്ടെങ്കിൽ കുറ്റക്കാരെ കണ്ടെത്തണം. നമുക്കിതിലൊന്നും മടിയിൽ കനല്ലാത്തവന് എന്തിനാ പേടിക്കാനുള്ളത്? പിന്നെ വേറെ കാര്യം എന്താ വെച്ചാൽ MLA എന്നുള്ള നിലക്ക് ഗവൺമെൻറ്റിൽ ഇടപെട്ട് ഫണ്ട് അനുവദിച്ചു. അതിനുവേണ്ടി സ്ഥലം കയ്യേറ്റം ഒഴിപ്പിക്കാനുള്ള നടപടി സ്വീകരിച്ചു. വാട്ടർ അതോറിറ്റി പൈപ്പ്, അതുപോലെ തന്നെ മറ്റുള്ള സംവിധാനങ്ങൾ, അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു. ഇതിൽ ഇപ്രാവശ്യം ഇപ്പോൾ ഈ ചെറിയൊരു പ്രശ്നം ഉണ്ടായത് കഴിഞ്ഞ 2 മാസമായിട്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾ അവരുടെ നാട്ടിലേക്ക് പോയി. മഴ വരുന്നതിന് മുമ്പ് ആ കൾവർട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിലാളികൾ വരാത്തതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ കാരണം വർക്ക് ഡിലേ ആയി എന്നുള്ളത് സത്യമാണ്. പിന്നെ കുറച്ച് പേര് കേസിന് പോയതുകൊണ്ടും സ്ഥലം ഏറ്റെടുപ്പ് പരമാവധി, പിന്നെ ആ പാടത്ത് നേരത്തെ പാടം നികത്താൻ വേണ്ടിയിട്ട് നമ്മൾ മണ്ണിട്ടപ്പോൾ കുറച്ച് ആളുകൾ പരാതി കൊടുത്ത് അതിനെതിരെ പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി വർക്ക് പരമാവധി ഡിലേ ആക്കാൻ 2022-23 കാലത്താണ് വർക്ക് ടെൻഡർ ചെയ്ത് നമുക്ക് തുടങ്ങാൻ കഴിഞ്ഞത്. അപ്പോൾ വർക്ക് ആരംഭിച്ചിട്ട് അതാണ് ആയത്. ഇത് സ്ഥലം കയ്യേറ്റം ഒഴിപ്പിച്ച് വീതി കൂട്ടിയാണ് ആ റോഡ് ചെയ്യുന്നത്. ഇത് MLA എന്നുള്ളവർക്ക് ഫണ്ട് അനുവദിക്കാനും അതിൻ്റെ സൗകര്യങ്ങൾ ചെയ്യാനും MLAക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് അതിൻ്റെ ദൈനംദിന കാര്യങ്ങളിൽ ഞാനല്ല ഇടപെടുക. അതുമായി ബന്ധപ്പെട്ട എഞ്ചിനീയർമാരുണ്ട്, അതുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള കാര്യങ്ങളുണ്ട്. ഏത് അന്വേഷണം ഇപ്പോൾ കോൺഗ്രസ്സാണ് ഭരിക്കുന്നത്, അന്വേഷിക്കുക. അങ്ങനെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ സംശയം ദൂരീകരിക്കണം. മാത്രമല്ല വെറുതെ ഇങ്ങനെ അഴിമതി പറയുന്ന ആളുകൾ, ഇതിലൊക്കെ അഴിമതി നടത്തലും കമ്മീഷൻ ചെയ്യുന്നൊക്കെ ആൾക്കാർക്ക് അങ്ങനെയൊക്കെ തോന്നലുണ്ടാവും. ഞാൻ അതിൽ പെട്ട ആളല്ല. അതുകൊണ്ട് ഒരു പ്രശ്നമല്ല. തീർച്ചയായിട്ടും അന്വേഷിക്കണം. അന്വേഷിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തിയിട്ട് നടപടി സ്വീകരിക്കണം. കുറ്റക്കാർക്കെതിരെ ചെയ്യും വേണം. എനിക്കതിലൊന്നും പ്രശ്നമില്ല. വെറുതെ വിടുവായത്തം. ഇതിപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ ചില ആളുകൾ പോയിട്ട് വിവാദം ഉണ്ടാക്കും, എന്നിട്ട് കരാറുകാരത്തുനിന്ന് പോയിട്ട് പൈസ മേടിക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്ന ചില രാഷ്ട്രീയ നേതാക്കൾ ഉണ്ടാവും. ഈ പറഞ്ഞ ആരോപണം പറഞ്ഞതിൽ അതിലൊന്നും ഞാൻ പെടുന്നില്ല. കയ്യേറ്റം ഒഴിപ്പിക്കല് പല വേണ്ടപ്പെട്ട സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടും വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ടെന്ന് കൂടി BJP ആരോപിക്കുന്നു. ഏതാണ് ആ സ്ഥാപനങ്ങൾ? അതവര് വ്യക്തമാക്കിയിട്ടില്ല. അവരെന്ന് പണം പറയണ്ടേ? പല സ്ഥാപനങ്ങളുടെയും കയ്യിൽ നിന്നാണ് അവർ വ്യക്തമാക്കിയിട്ട് തെളിവോട് കൂടി കൊടുക്കണം. വെറുതെ ആരോപണം പറഞ്ഞ് നടക്കില്ല. ഇപ്പോൾ വിജിലൻസ് ആണെന്നുണ്ടെങ്കിലും ഇതാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇവരുടെയൊക്കെ കൂടെ തന്നെ ഉള്ള ആൾക്കാരാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. ഇപ്പോൾ ഈ പറഞ്ഞ BJPയോട് ചായ്വുള്ള പല ഉദ്യോഗസ്ഥരുമാണ് ഈ പറഞ്ഞ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട പോസ്റ്റുകളിലൊക്കെ ഇരിക്കുന്നത്. ഇവർ കൊടുത്തിട്ട് അപേക്ഷ കൊടുത്തിട്ട് അത് ആരാച്ച കണ്ടെത്തിയിട്ട് നടപടി സ്വീകരിക്കട്ടെ എന്ന്. നമുക്കിപ്പോൾ എന്താ പ്രശ്നം? മഞ്ഞളുങ്ങൽ പാലത്തിന്റെ അശാസ്ത്രീയതയായിരുന്നു മറ്റൊരു ആരോപണം. അതെന്താ അശാസ്ത്രീയത ഉണ്ടെന്നാണ് അവർ 2.5 മാസമായിട്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾ വരാത്തതിൻ്റെ ഡിലേ വന്നിട്ടുണ്ട്. അത് പിന്നെ കർശനമായിട്ട് മഴക്ക് മുമ്പേ ചെയ്യേണ്ടതാണ്. ഇതര സംസ്ഥാന തൊഴിലാളികളില്ലെങ്കിൽ മലയാളികളെ വെച്ചിട്ടെങ്കിലും കരാറുകാർ ചെയ്യേണ്ടതായിരുന്നു. അത് നമ്മൾ ശക്തമായിട്ട് പറഞ്ഞു. ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇല്ലാത്തതിൻ്റെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ദൈനംദിന കാര്യത്തിൽ എഞ്ചിനീയർമാരും ബാക്കിയുള്ളവരും ഇടപെടുന്നു. MLA എന്നുള്ള നിലക്ക് ഫണ്ട് അനുവദിക്കുകയും സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യത്തിൽ ഞാനതിനെ ഏറ്റെടുക്കുന്നത്. മടിയിൽ കനമല്ല. ഇതുമായി ബന്ധപ്പെട്ട് 1 രൂപ ഇതിലല്ല, എവിടെയില്ല. ഈ കഴിഞ്ഞ 10 വർഷക്കാലം എനിക്ക് പറയാനുള്ളത് അതാണ്. അപ്പോൾ അതുകൊണ്ട് ആർക്ക് എവിടെ എന്ത് സംശയം ഉണ്ടെങ്കിലും കൃത്യമായ തെളിവോടുകൂടി അവർ അത് മുന്നോട്ട് പോകണം. അത് മുന്നോട്ട് പോയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോടതിയുണ്ട്, വിജിലൻസ് ഉണ്ട്, അതൊക്കെ തെളിയിക്കണം. ഇതിന് മുമ്പൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ഞാനതിൽ പെടുന്നതല്ല. പിന്നെ ഇവർക്കൊരു പ്രശ്നമുണ്ട്. ഇവരിപ്പോൾ പറഞ്ഞില്ലേ കയ്യേറ്റം നമ്മൾ എന്തോ ഇതാക്കിയെന്ന്. കയ്യേറ്റം കോടതി പോയതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ കയ്യേറ്റം ഒഴിപ്പിക്കുന്നത് വളരെ ശക്തമായിട്ടാണ് നമ്മൾ പോയത്. ഇപ്പോൾ ഗവൺമെൻറ് UDFൻ്റെ ആണ്. ശക്തമായിട്ട് ഇനിയും കയ്യേറ്റം ഒഴിപ്പിക്കുന്നത് തുടരണം. അത് ഡിലേ ആവാൻ പാടില്ല. എന്നിട്ട് ടൗണ് കൂടുതൽ വിപുലമായി വലുതായിട്ടാണ് വേണ്ടത്. കയ്യേറ്റം ഒഴിപ്പിക്കാതെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പഴയ റോഡ് പോലെ നിൽക്കുമായിരുന്നു. അതല്ലല്ലോ വേണ്ടത്. ഇപ്പോൾ പഴയ റോഡ് പോലെ അല്ലല്ലോ, വീതി ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് പരമാവധി സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അഴിമതി ആരോപണം പറയുന്നവരുണ്ടെങ്കിൽ എനിക്കതിൽ പങ്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ടെൻഷനും ഇല്ല. അവർ സ്വാഭാവികമായിട്ടും അത് മുന്നോട്ട് പോകണം, കണ്ടെത്തണം. ഇവരാരെങ്കിലും മാസപ്പടി വാങ്ങുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രാഷ്ട്രീയക്കാരായിട്ട് ഈ ആരോപണം പറയുന്ന രാഷ്ട്രീയക്കാർ അവർ വെറുതെ പത്രസമ്മേളനം വിളിക്കുക, പിറ്റേ ദിവസം കരാറെടുത്ത് പോയിട്ട് എന്തെങ്കിലും പേടിക്കുന്നുണ്ടെങ്കിൽ അത്
അതും കൂടി അവരുടെ ആൾക്കാർ തെളിയിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. അപ്പൊ അതാണ് MLA-ക്ക് പറയാനുള്ളത്. വിജിലൻസ് അന്വേഷിക്കട്ടെ. അന്വേഷിക്കട്ടെ. വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.